എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ കാലടി എത്തിയപ്പോഴാണ് നമ്മൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. നമ്മളിപ്പോൾ അങ്കമാലി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നൈറ്റ് ഡ്രൈവ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ. അപ്പോൾ നൈറ്റ് ഡ്രൈവ് താല്പര്യമുള്ളവരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരം വെളുക്കുന്നത് വരെയുള്ള വെട്ടമുള്ള കാണിക്കാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. നൈറ്റ് ഡ്രൈവിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പകല് വണ്ടി ഓടിക്കും പോലെ അല്ല രാത്രി ഡ്രൈവിങ്. പലരും ചോദിക്കും പകലും രാത്രി ഒരേ വണ്ടി തന്നെ അല്ലേ? വണ്ടിയൊക്കെ സെയിം ആണ്, റോഡും സെയിം ആണ്. പക്ഷെ രാത്രിയാകുമ്പം റോഡിൻ്റെയും വാഹനങ്ങളുടെ എല്ലാ സ്വഭാവം മാറും. ആദ്യമേ തന്നെ പറയാം, പലരും എപ്പോഴും കുറ്റം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ലോറി ഡ്രൈവർമാർ വലിയ ശല്യമാണ്, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ, ഞാനൊരു 10-20 വർഷം കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും ക്ലീൻ ആയിട്ട് റോഡിൽ ഫീൽ ചെയ്തിട്ടുള്ള ലോറി ഡ്രൈവേഴ്സാണ്. ജസ്റ്റ് ഒറ്റ സിഗ്നലിൽ തന്നെ അവർക്ക് നമുക്ക് സൈഡ് തരാൻ പറ്റുമെങ്കിൽ അവർ തന്നിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സ്ലോ ഡൗൺ സിഗ്നൽ തരും. അല്ലാതെ കുത്തിക്കയറ്റൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ റോഡിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ്. ചിലപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവർ സൈഡിൽ കൂടെ കുറച്ച് കയറ്റി വയ്ക്കാനൊക്കെ നോക്കും. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ സ്പീഡിൽ വണ്ടി ഇങ്ങനെ ഒരു 70-80 ഒക്കെ ക്രൂയിസ് കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒറ്റ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അവരുടെ ട്രാക്കിനകത്തോട്ട് കയറിയിരിക്കും. ഇതെൻ്റെ അനുഭവമാണ്. കാരണം അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സമയത്ത് ലോഡ് എത്തിക്കുക എന്നുള്ളതാണ്. ലോഡിൻ്റെ പൈസയുടെ കമ്മീഷനാണ് അവരുടെ ശമ്പളം. അപ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് അടി കൂടിക്കൊണ്ട് നിൽക്കാനോ വണ്ടി ഒന്ന് ഉരഞ്ഞു കഴിഞ്ഞാൽ അവരെ ശമ്പളത്തിൽ നിന്നാണ് കട്ടാവുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നൈറ്റ് ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് റോഡിൽ പോകുന്ന ലോറികൾ നമുക്ക് തരുന്ന റെസ്പോൺസ് തന്നെയാണ്. രാത്രി ഡ്രൈവ് ചെയ്യുമ്പം പൊതുവെ ലോ ബീം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ അതിനോട് ശക്തമായി ഞാൻ യോജിക്കത്തൊന്നുമില്ല. കാരണം അത് ഒരാൾ ഡാർക്ക് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് റോഡിലോട്ട് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അത് ഇനി ആരൊക്കെ തർക്കിച്ചാലും കാണാൻ പറ്റത്തില്ല തന്നെയാണ് ലോ ബീമിൽ നമ്മൾ പോകുമ്പം. അപ്പോൾ ഹൈ ബീം ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് നമ്മളെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഹൈ ബീം വെച്ചിരിക്കില്ല. പിന്നെ എതിരെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, കൂടെ പോകുന്ന നമ്മളെ ഫ്രണ്ടിൽ യാത്ര ചെയ്യുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഹൈ ബീം യൂസ് ചെയ്ത് തന്നെയാണ് നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഉദ്ദേശിച്ചത് ഈ സിറ്റി ട്രാഫിക് ഇതുപോലെ ഇപ്പോൾ പോകുന്ന ഈ റോഡ്, ഇതുപോലത്തെ റോഡിൽ കൂടെ ഓടുമ്പോഴല്ല. ഈ റോഡിലേക്ക് അത്യാവശ്യം വെട്ടമുണ്ട്, അതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. അല്ലാത്ത റോഡുകളിൽ പോകുമ്പോൾ ഹൈ ബീം യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എതിരെ വണ്ടി വരുമ്പോൾ നമ്മൾ ഡിമ്മാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വണ്ടിയുടെ ബാക്കിൽ, ചെറിയ വണ്ടികളുടെ ബാക്കിൽ പോകുമ്പോൾ ഡിമ്മാക്കി കൊടുക്കുക എന്നുള്ള അല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സേഫ് രാത്രി ഹൈ ബീം തന്നെയാണ്. നൈറ്റ് ഡ്രൈവിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് ഉറക്കം, ചെറിയ രീതിയിൽ ഉറക്കത്തിന്റെ ലാഞ്ചന വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി ഒതുക്കുക. അപ്പം തന്നെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് നിയറസ്റ്റ് സേഫ് പ്ലേസിൽ ഒതുക്കുക. അതിന് നമ്മൾ ഈ ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറലി വരുന്ന സാധനം, അതിൻ്റെ അടുത്തൊന്നും നമ്മൾ കിടന്ന് മൽപ്പിടുത്തം നടത്തിയിട്ട് കാര്യമില്ല. ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, അത് തന്നെയാണ് അതിനുള്ള പ്രതിവിധി. അല്ലാതെ റിസ്ക് ആണ്. നമ്മൾ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? നമ്മൾ ഒന്ന് കണ്ണടഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടുത്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആ ഒരു റിസ്ക് എടുക്കാതിരിക്കുക. ജീവൻ വളരെ വിലപ്പെട്ടതാണ്. നല്ല അടിപൊളി റോഡല്ലേ? കേരളത്തിൽ ആദ്യം നല്ല റോഡ് വന്ന സ്ഥലം ഇവിടെയാണ്. ചാലക്കുടി ആണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സിഗ്നൽ കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകുന്നു. ഇത് എനിക്ക് തോന്നുന്നു ചാലക്കുടി ഫ്ലൈ ഓവർ ആണെന്ന് തോന്നുന്നു അല്ലേ? 6 ലൈൻ ആണിത്. കേരളത്തിൽ മുഴുവനും നമുക്ക് അടുത്ത് ഇനി ഇതുപോലത്തെ റോഡ് കിട്ടാൻ പോവാണ്. ട്രിവാൻഡ്രം മുതൽ, അല്ലെങ്കിൽ കളിയിക്കാവള മുതൽ കാസർഗോഡ് വരെ, കാസർഗോഡ് തലപ്പാടി വരെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അമ്മൂന് വിശക്കണുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് 10-11 മണിക്കാണ് ഇറങ്ങിയത്. ഉച്ചത്തെ ഫുഡും രാത്രിത്തെ ഫുഡും നമ്മൾ കരുതിയിട്ടുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ ആദ്യത്തെ ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. പാലിയേക്കര ടോൾ പ്ലാസ. 1-2 അടുത്ത് റോഡ് പൊളിച്ചിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ടോൾ കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആക്ച്വലി നല്ല റോഡാണെങ്കിലേ ടോൾ കൊടുക്കണതിൽ ഒരു വിഷമമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ടോൾ എന്തിനാന്ന് ചോദിച്ചാലേ അമ്മു, ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ ഡെവലപ്പ് ആക്കിയതിന്റെ ടോളാണിത്. ആക്ച്വലി ഈ സിസ്റ്റത്തിനെ BOT സിസ്റ്റം എന്നാണ് പറയണത്. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. ബിൽഡ് ചെയ്യുക, അവർ ഇത്രയും കാലം ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ പൈസ മുതലാക്കുക, എന്നിട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് പോവുക.
അപ്പോൾ അത് 15 വർഷം എങ്ങാണ്ടുമായിരിക്കും അവർക്ക് കാലാവധി കൊടുത്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് അവർ മാക്സിമം ഇതുപോലത്തെ 4 റോഡ് ഉണ്ടാക്കേണ്ട പൈസ പിരിച്ചെടുക്കും. 4 റോഡിൽ നിർത്തിയെങ്കിൽ കൊള്ളായിരുന്നു. 90 രൂപയാണ്. അപ്പോൾ നമ്മൾ ടോൾ പ്ലാസ കഴിഞ്ഞു, നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. തൃശ്ശൂർ 9 കിലോമീറ്റർ, കോഴിക്കോട് 136 കിലോമീറ്റർ, കല്ലൂർ അതല്ല കൊല്ലൂറല്ല കല്ലൂർ 5 കിലോമീറ്റർ. നമ്മൾ മൂകാംബിക പോണോണ്ട് നിനക്ക് കാണുന്നതെല്ലാം കൊല്ലൂറായിട്ട് തോന്നും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തി, ഇതാണ് കുഴപ്പം, ഫ്ലൈ ഓവർ വരും. അപ്പൊ പിന്നെ കയറി അങ്ങ് പോകും. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഉടനെ നമ്മൾ വണ്ടി നിർത്തുന്നതായിരിക്കും, ഫുഡ് കഴിക്കുന്നതായിരിക്കും. എറണാകുളം ടു കോയമ്പത്തൂർ പോണ ഹൈവേന്ന് നമ്മൾ തൃശ്ശൂരോട്ട് തിരിഞ്ഞു, ലെഫ്റ്റ് എടുത്ത് നമ്മൾ തൃശ്ശൂരോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്യേണ്ടത് ഈ സിംഗിൾ ലൈൻ റോഡിലാണ്. സമയം ഇപ്പം 8:15. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് സേഫായിട്ട് വണ്ടി ഒതുക്കി ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ ഹൈവേന്ന് ജസ്റ്റ് അകത്ത് കയറി ഒരു 1 കിലോമീറ്റർ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇച്ചിരി വെട്ടമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം കണ്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഒരു ചായ ഇവിടെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നൈറ്റ് അമ്മു സുഖം ഉറക്കവും നമ്മൾ ഒറ്റ വിടലും, ഇതാണ് പ്ലാൻ. അപ്പോൾ ഇനി ചായ ഉള്ള സ്ഥലം തപ്പണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫേമസ് തൃശ്ശൂർ റൗണ്ടിലെത്തി. കാണാമോ? ആണോ? ഓക്കെ. തൃശ്ശൂർ പൂരം നടക്കുന്ന ഇവിടെയല്ലേ? വടക്കുംനാഥ ക്ഷേത്രം. ഇതിന്റെ എൻട്രൻസ് ഇത് ഫ്രണ്ട് ഇതല്ലേ? ഫ്രണ്ട് ഇത് തന്നെ. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഇതാണ്. എൻട്രൻസ് അപ്പുറത്തൂടെ വരും. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത എക്സിറ്റ് എടുക്കണം. ഇവിടെ നിന്ന് നമുക്കൊരു ചായയും കുടിച്ചിട്ട് പോവാം അല്ലേ? ഇവിടെ പാർക്കിംഗ്. അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ചായ കുടി കഴിഞ്ഞ് വണ്ടി കയറി. അപ്പം നമുക്കിനി 470 കിലോമീറ്റർ ഉണ്ട്. 11.25 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് തരുന്ന സമയം. ഇവിടെ റോഡ് കുറച്ച് പ്രശ്നമുണ്ട്. റോഡ് നല്ല റോഡല്ല, വീതിയുണ്ട് ആവശ്യത്തിന്, പക്ഷേ നല്ല രീതിയിൽ പാച്ച് ചെയ്തിട്ടുള്ള റോഡാണ്. അപ്പോൾ വണ്ടി സ്മൂത്തായിട്ട് വണ്ടി ഓടത്തില്ല, ഇങ്ങനെ ചാടിയേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് ദൂരം യാത്ര, കുറച്ച് ദൂരം അല്ല, ഇനി അങ്ങോട്ട് പണി നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. പഴയ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റോഡ് ഭയങ്കര പ്രശ്നം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ. അവിടെ ആയിട്ട് വലിയ ഡിപ്പ്, കലിങ്കിൻ്റെ പണി, പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തം പാച്ചും. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടികളൊക്കെ പറന്ന് പോണ്. എനിക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ കട അടിക്കണ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ടാറ്റ സഫാരിയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് 150 പോകണ്ട, നമുക്കൊരു 60, 70, 80 മതി. ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഈ റോഡിലൊന്നും നമുക്ക് സഫാരി തിരിഞ്ഞും വരുന്നോ വേണ്ട, എല്ലായിടം നമുക്ക് കണ്ട, എവിടെ കണ്ട, നമുക്ക് ഇത്രയും സ്ലോ ചെയ്യേണ്ടി വരണം. വേണ്ട, 30-ന് താഴെ വണ്ടി ബ്രേക്ക് ചെയ്ത് ഇറക്കി. എന്നിട്ടും അകത്ത് നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. അതേസമയം സഫാരി ആണെന്നുണ്ടെങ്കിൽ ഈ റോഡൊക്കെ സുഖമായിട്ട് പോകും. നമുക്ക് ക്യാബിനിൽ പാസഞ്ചേഴ്സിനും ഡ്രൈവറിന് കോ ഡ്രൈവറിന് ആർക്കും ഒരു ഷേക്കും കിട്ടൂല. ഇത് മറ്റേ ബലൂണിന്റെ പുറത്തിരിക്കും പോലെ ഇങ്ങനെ ആടി ഒരു പോക്കങ്ങ് പോകും. ഈ യാത്രാ സുഖം സഫാരിയുടെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. എനിക്കിപ്പം അത് പറയാതിരിക്കാൻ പറ്റൂല. ഇത്രയും മോശം റോഡിൽ ഇത് ഓർത്തെങ്കിൽ ഞാൻ സഫാരി എടുത്തോണ്ടേ സഫാരിയും കൊണ്ടേ വരുള്ളൂമായിരുന്നു. ചെറിയ വഴിയാണ്, പക്ഷെ ഇതിലേ പോകാനാണ് പറയണത്. മറ്റേ റോഡിന്റെ അവസ്ഥ ശോചനീയമായതുകൊണ്ടായിരിക്കും ഇതിലേ പോയി കറങ്ങി അപ്പുറത്ത് കയറാൻ പറയണുണ്ട്. 1-2 വണ്ടികൾ ഇതുവഴി പോകണുണ്ട്. നല്ല അടിപൊളി റോഡ് കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, രാത്രി കണ്ട ലോ ബീമിൽ നമുക്ക് നേരെ കിട്ടൂല. ഹൈ ബീം ആണെങ്കിൽ റോഡ് കിട്ടും. അപ്പൊ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഹൈ ബീമിൽ തന്നെ ഓടണമെന്നാണ് ഞാൻ പറയണത്. എതിരെ വണ്ടി വരുമ്പോൾ ലോ ആക്കി കൊടുക്കുക.
ഇതിപ്പോ മറ്റേ പട മേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ ആയി ഇല്ലേ? റോഡ് പൊളിഞ്ഞ് ഈ റോഡ് പണി കഴിയുമ്പോ മറ്റേ റോഡ് പോലെ ആവും. ഒരു ആദ്യത്തെ ഒരു 5 കിലോമീറ്റർ കൊള്ളായിരുന്നു, അത് കഴിഞ്ഞ് തീരെ മോശം. നമ്മൾ വീണ്ടും നമ്മളെ തൃശ്ശൂർ കോഴിക്കോട് റോഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുന്നംകുളം പോവാതെ കട്ട് ചെയ്ത് ആണ് ഇതുവഴി വന്ന് കയറിയത്. അപ്പോ ഹൈവേ ആണ്, രാത്രിയാണ്, വണ്ടികൾ പറന്നു വരും. നോക്കി ബോധ്യപ്പെട്ടിട്ട് മാത്രം മെയിൻ റോഡിലോട്ട് കയറുക. നമ്മളിപ്പോൾ ചങ്ങനംകുളമാണ്. റോഡ് നല്ല കണ്ടീഷനാണ് ഇവിടെ. നേരത്തെ പോലത്തെ പാച്ച് പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് നല്ലപോലെ വണ്ടി ഓടിച്ച് നീക്കാൻ പറ്റുന്ന റോഡാണ്. കുറച്ച് നേരമായിട്ട് റോഡ് കൊള്ളാം. സമയം ഇപ്പം 10 മണി. 438 കിലോമീറ്റർ നമുക്ക് ഇനി ഓടാനുണ്ട്. ഒരു മണിക്കൂറിൽ രാത്രി 40 കിലോമീറ്റർ എങ്കിലും കവർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പണ്ട് നമ്മൾ രാത്രി 65 to 70 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ കവർ ചെയ്യുമായിരുന്നു. ഈ സിംഗിൾ ലൈൻ, ഇതുപോലത്തെ സിംഗിൾ ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 40 കിലോമീറ്റർ കവർ ചെയ്താലും നമ്മൾ അടുത്തൊരു 5 മണിക്കൂറിൽ 200 കിലോമീറ്റർ, 10 തൊട്ട് 6 വരെ 8 മണിക്കൂറിലൊരു 300 കിലോമീറ്റർ പുറത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ലോറിക്കാരൊക്കെ ഡീസൻ്റ് ആയിട്ട് അവരെ ലൈന് കീപ്പ് ചെയ്ത് പോകണമെന്നുണ്ട. അങ്ങനെ ഒരു പാസ് കൊടുത്ത് അവർ മാക്സിമം ഒതുക്കി തരുന്നുണ്ട്. നമ്മളിപ്പം കുറ്റിപ്പുറം ആവാറായി. എടപ്പാള് കഴിഞ്ഞു, കുറ്റിപ്പുറം എത്തിക്കൊണ്ടിരിക്കുന്നു. റോഡ് അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. തിരക്ക് അതായത് കറക്റ്റായിട്ടുള്ള തിരക്ക് മാറാനുള്ള സമയമായില്ല. അതാണ്ട കയറി പോണണ്ട, ഇവന്മാരെ കണ്ട അതിന്റെ അവിടെ കൊണ്ടുപിടിക്കണ കണ്ട. ഇതാണ് പറഞ്ഞത്, ലോറിക്കാരൊന്നും ഒരിക്കലും ഇങ്ങനത്തെ പരിപാടി കാണിക്കൂല. നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കണം എല്ലാ വണ്ടികളും. ലെഫ്റ്റ് സൈഡ് ഓവർടേക്ക് കയറി പോയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കൂളായിരിക്കണം. ഇവന്മാരെ ഈ പ്രലോഭനങ്ങളിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല. ഈ പ്രലോഭനങ്ങളിൽ വീഴുമ്പോഴാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആയി നമ്മളെ മൈൻഡ് സെറ്റ് മാറും. നമ്മളെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറിക്കഴിയുമ്പോൾ നമ്മൾ പ്രതികരിക്കും. പിന്നെ എന്ത് സംഭവിക്കാം, മനസ്സിലായി. നമ്മൾ വിട്ടുകൊടുക്കൂല, അവനും വിട്ടുതരൂല. ഇപ്പൊ തട്ടയും മുട്ടയും ഒരേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രിപ്പ് മൊത്തം കുളമാവും നമ്മളെ. അതുകൊണ്ട് ലോങ് ഡ്രൈവ് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇറിറ്റേറ്റിംഗ് സാധനങ്ങളെ ഒന്നും നമ്മൾ പരിഗണിക്കാനേ പാടില്ല, മനസ്സിലായില്ലേ? നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തോന്നായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞു തന്ന അടുത്ത കാര്യം. അതായത് ഈ വണ്ടി ഇപ്പം ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി പോയില്ലേ? ഇതുപോലെ ഈ റോഡിലിരിക്കുന്ന ബൈക്കുകളൊക്കെ കണ്ട, ഇവരെല്ലാം ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം വീട്ടിൽ പോകാനുള്ളവരാണ്. അടുത്തൊരു 1 മണിക്കൂറുടെ, ഇപ്പം മണി 10 ഒരു 1.5 മണിക്കൂർ പരമാവധി 11 മണി 11:30 ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയും പിന്നെ റോഡിൽ കാണൂല. ഡെയിലി കമ്മ്യൂട്ടിന് ഇറങ്ങണ വണ്ടികളെല്ലാം വീട്ടിൽ. റോഡ് നമ്മളിങ്ങനെ മാടി വിളിക്കുന്നതൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ ഒരു 11 മണി കഴിയണം. 11-11:30 തൊട്ട് രാവിലെ ഒരു 4 മണി വരെ റോഡ് നല്ല രസമാണ്. ഡ്രൈവിംഗ് ലോങ് റൂട്ട് ഓടുന്ന വണ്ടികളായിരിക്കും 99%. അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഓവർ സ്പീഡ് ആയിരിക്കും എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരു ഒഴുക്കായിരിക്കും റോഡിൽ. കുറച്ച് കഴിയുമ്പോൾ കാണാം. ഉറക്കം വരണേ കുറച്ച് സമയം ഉറങ്ങിക്കോ. ക്യാമറ ഗേൾ ഉറങ്ങിക്കോ. ഓക്കെ, നമ്മളെ ക്യാമറ ഗേൾ ഉണർന്നിട്ടുണ്ട്. നല്ലപോലെ ഉറങ്ങിയല്ലേ? ഒരു 1.25 മണിക്കൂർ അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് കുറ്റിപ്പുറത്ത് വെച്ച് നമ്മൾ ഈ നാഷണൽ ഹൈവേ 66 ജസ്റ്റ് ഒന്ന് തൊട്ട് കുറ്റിപ്പുറം പാലം കയറി ഇപ്പുറത്ത് വന്നുകൊണ്ട് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് തിരൂര് വഴി വന്നിപ്പോൾ നമ്മളെവിടെയാണ്? നമ്മൾ ചേളാരി വന്ന് വീണ്ടും നാഷണൽ ഹൈവേ 66. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റോഡ് മാടി വിളിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ?
അങ്ങനത്തെ സമയമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ സിംഗിൾ ലൈൻ റോഡിൽ കൂടെ വന്നപ്പോഴൊക്കെ അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇപ്പം വീണ്ടും നമ്മളിവിടെ വന്ന് ഈ സർവീസ് റോഡിൽ കയറിയപ്പം ആ അവസ്ഥ മാറി കേട്ടോ. ഇപ്പം റോഡ് പണി നടക്കണോണ്ട് വലിയ മാടി വിളിയൊന്നും ഇല്ല. നീ ഉറങ്ങിയ സമയമില്ലേ, ആ സമയം അത്രയും നല്ല ഡ്രൈവായിരുന്നു. സിംഗിൾ ലൈൻ റോഡാണ്, പക്ഷെ നല്ല റോഡായിരുന്നു. വലിയ ഗട്ടറുകളൊന്നും ഇല്ല. അത്യാവശ്യം വണ്ടികളെല്ലാം നല്ല രീതിയിൽ ഓടി മറിയണുണ്ടായിരുന്നു. ശബരിമല ടീമാണ് കേട്ടോ. ശബരിമല പോകുന്ന ആളുകളുടെ ഇടത്താവളമാണെന്ന് തോന്നുന്നത്. ഇനി കുറച്ചു നേരം ഉണർന്നിരിക്കുമല്ലോ അല്ലേ? സമയം 11:20. നമുക്കിനി 377 കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ. 8 മണിക്കൂർ 40 മിനിറ്റ് ആണ് പറയുന്നത് കേട്ടോ. അതിനകത്ത് രാജസ്ഥാൻ മരുഭൂമി കാറൊന്നുമില്ല, മണ്ണ് മാത്രമേ ഉള്ളൂ. മഴയില്ലാത്തതുകൊണ്ട് കൊള്ളാം. മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലെല്ലാം വെള്ളവും കിടക്കുമായിരുന്നു. ഇവിടെ തൊട്ട് ടാറുണ്ടെന്ന് തോന്നല്ലേ? ഇവിടെ തൊട്ട് കുറച്ച് ദൂരേ ഉള്ളൂ. റോഡ് പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അത് ഇടിച്ചു കയറും. കണ്ടാ, ചെറിയൊരു ലെവൽ ഡിഫറൻസ് ആണ് ഫൈനൽ ടാറിങ്ങും മറ്റേ ടാറിങ്ങും തമ്മിലുള്ള. അതാണ് ഈ വണ്ടികളുടെ കുഴപ്പം. ഇതിനൊക്കെയാണ് കുറച്ച് വലിയ വണ്ടികൾ, സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസിന്റെ ഗുണം ഇവിടെയൊക്കെയാണ്. അറിയൂല, ജും എന്നൊരു എഫക്റ്റ് മാത്രം. നമ്മൾ കേരളത്തിനകത്തുള്ള പുതിയ ഹൈടെക് റോഡിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അറിയുന്നില്ല കേട്ടാ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. ലെഫ്റ്റ് സൈഡിലാണ് കോഴിക്കോട് സിറ്റി. നമ്മളിപ്പം ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പണി നടക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റോഡില്. എന്നാലും ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് പണി നടക്കുന്നുണ്ട്. വണ്ടികളും ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് പിന്നെ റോഡ് പരിചയമില്ലാത്തതുകൊണ്ട്, രാത്രി ആയതുകൊണ്ട് നമ്മൾ സ്ലോയിൽ പോകുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് നേരെ അടുത്ത കണ്ണൂര്. ആദ്യമൊക്കെ ഞാൻ ഈ മൂകാംബിക പോകുമ്പോഴേ ഇവിടെ ഈ ഔട്ടർ ബൈപ്പാസ് ഒരു പകുതി ദൂരമൊക്കെ പണിയായതേ ഉള്ളൂ. അന്നതിന് ഔട്ടർ ബൈപ്പാസ് എന്ന് പറഞ്ഞു, ഇന്ന് ഹൈവേ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതിൻ്റെ നീളം കൂടി ആണ് ഇപ്പോഴത്തെ സിറ്റിയുടെ പുറത്തു കൂടെ ഉള്ള റോഡ് മൊത്തം ആയത്. ഇനിയിപ്പോൾ അടുത്ത് ഇത് 6 ലൈൻ ആവാൻ പോകുന്നു. നമുക്ക് അടുത്ത് നേരെ കണ്ണൂർ. സമയം ഇപ്പം 11:47. അപ്പോൾ നമുക്കിനി മാഹി എത്താൻ 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിയിട്ട് പോകാം, റിസ്ക് എടുക്കണ്ട. അങ്ങനെ കൃത്യം 1 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് എണീറ്റു. അപ്പോൾ ഒന്ന് ഫ്രഷായി. അപ്പോൾ നമുക്കിനി 20 കിലോമീറ്റർ, 20 ഇല്ല 18 എങ്ങാണ്ടുണ്ട് മാഹി പോയി ഫ്യൂൽ അടിക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മാഹി ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ബൈപ്പാസിൽ കൂടെ പോകുന്നില്ല, നമ്മൾ മാഹി വഴിയാണ് പോകുന്നത്. കാരണം ബൈപ്പാസിലുള്ള ഫ്യൂൽ പമ്പുകളുടെ കണ്ടീഷൻ എങ്ങനെയാണ്, തുറന്നിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിലേ പോയി വേണം ഫ്യൂൽ അടിക്കണം. പിന്നെ രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കും ഉണ്ടാകത്തില്ല. തിരക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പമ്പുകളിൽ. വണ്ടി ഇവിടെ അടുക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഫുൾ അടിക്കാം. ഇവിടുത്തെ ഫ്യൂൽ പ്രൈസ് 81 രൂപ 90 പൈസ. 2602 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് 31.5 ലിറ്റർ. നേരത്തെ നമ്മളൊരു 5.25 ലിറ്റർ അടിച്ചിട്ടുണ്ട് 500 രൂപയ്ക്ക്. ഇത് 2600-ഉം 500, 3100 രൂപയ്ക്കാണ് നമ്മൾ ഫ്യൂൽ അടിച്ചത്. മാഹി വരാനുള്ള ഫ്യൂല് നമ്മളിൽ ഉണ്ടായിരുന്നായിരുന്നു. അപ്പം ഇതാണ് മയ്യഴിപ്പുഴ മാഹി പാലം. അപ്പം അടുത്ത് കണ്ണൂർ. സമയം 2:35. നമുക്കിനി കവർ ചെയ്യാനുള്ള ദൂരം 295 കിലോമീറ്റർ. മാഹിയിൽ നിന്ന് 300 കിലോമീറ്റർ ആണ് കണക്ക്. അപ്പം ഈ ഫ്യൂവലിൽ നമുക്ക് മൂകാംബിക പോയിട്ട് തിരിച്ചിവിടെ വരാൻ പറ്റും.
റോഡെല്ലാം നല്ല വിജനമായിട്ട് കിടക്കുന്നുണ്ട. പണ്ട് ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു സ്ഥലം. ഒന്നാമത് വളഞ്ഞുള്ള റോഡ്, അപ്പം ലോറികൾ വളരെ സ്ലോയിൽ ഇവിടെ പോവുള്ളൂ. അപ്പോഴ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സ്ട്രെച്ചാണിത്. അപ്പം ഇപ്പം സംഭവിച്ചിരിക്കുന്നത് വണ്ടികൾ ഭൂരിഭാഗവും എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വണ്ടികളൊന്നും ഇല്ലാത്തത്. നമ്മളിപ്പം ഫ്യൂൽ അടിച്ചിട്ട് വന്നിട്ട് ഒരൊറ്റ ലോറിയാണ് കണ്ടത്. ഒരെണ്ണം ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടാ, നമ്മളെ കണ്ട ഉടനെ പുള്ളി ഡിമ്മാക്കി തന്ന കണ്ട, ഞാനും ഡിമ്മാക്കി കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ലോറിക്കാർ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഡിമ്മാക്കണമെന്നില്ല, എന്നാൽ പോലും ഒരു 70% ലോറിക്കാരും നല്ല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, രാത്രിയാകുമ്പോൾ റോഡ് നമ്മളെ മാടി വിളിക്കുമെന്ന് പറഞ്ഞില്ലേ. കണ്ട, റോഡിൽ ഒറ്റ മനുഷ്യരില്ല. ഇങ്ങനെ റോഡ് കിട്ടിയാലാണ് നമുക്ക് നല്ല രീതിയിൽ സൂപ്പറായിട്ട് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മളെ ഭാഗ്യക്കേട് കൊണ്ടോ നമ്മളെ നാട്ടിൽ രാത്രിയേ നടക്കാറുള്ളൂ. പകൽ സമയത്ത് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റാറില്ല. വീണ്ടും ഇറങ്ങി എണീറ്റാ നല്ല ഉറക്കല്ലേ. സമയം ഇപ്പം 4:30 ആയി രാവിലെ. നമ്മൾ കാഞ്ഞങ്ങാട് കഴിഞ്ഞു, കാസർഗോഡ് എത്തിക്കൊണ്ടിരിക്കുന്നു. ബെക്കൽ ഫോർട്ട് കഴിഞ്ഞാ ഇല്ല. 200 കിലോമീറ്ററാണ് നമുക്കുള്ളത്. 200 കിലോമീറ്ററും 4 മണിക്കൂറുമാണ് പറയുന്നത്. 9 മണിക്ക് മുന്നേ എത്തും. പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഉറങ്ങണം. ഇനി ഒന്നുകൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഫ്രഷ് ആയിരിക്കും. അങ്ങനെ 5 മണിയായപ്പം നമ്മൾ വീണ്ടും കിടന്നുറങ്ങി. നമ്മൾ കിടന്നുറങ്ങിയത് കാസർഗോഡാണ്. കാസർഗോഡ് ടൗൺഷിപ്പിൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പം സമയം 7 മണിയാവാറായി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. അപ്പം നൈറ്റ് ഡ്രൈവിൻ്റെ വീഡിയോ, നമ്മളെ മൂകാംബിക യാത്രയിലെ നൈറ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.